നമസ്കാരം. കർണാടക എന്ന് കേൾക്കുന്നതേ കേന്ദ്ര ഗവൺമെന്റിന് അലർജിയാണെന്ന് വേണം കരുതാൻ. അമ്മാതിരി ഒരു തോൽവിയിലൂടെ ദക്ഷിണേന്ത്യയിൽ BJPയെ ഉപ്പുവെച്ച കലം പോലെയാക്കിയ കർണാടകയുടെ സാന്നിധ്യമൊന്നും റിപ്പബ്ലിക് ദിന പരേഡിൽ വേണ്ടെന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജനുവരി 26-ന് ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു നിശ്ചല ദൃശ്യം അവതരിപ്പിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തിന് അർഹമായ അവസരം നിഷേധിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ കർണാടക മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിദ്ധാരാമയ്യ ആഞ്ഞടിച്ചു. കർണാടകയുടെ ടാബ്ലോ നിഷേധിക്കുന്നു എന്ന് തീരുമാനിച്ചത് സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ ഉള്ളതുകൊണ്ടാണ് എന്ന് സിദ്ധാരാമയ്യ കുറ്റപ്പെടുത്തി. ജനുവരി 26-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനത്തിൻ്റെ ടാബ്ലോവിനുള്ള അവസരം നിഷേധിച്ച് 7 കോടി കന്നഡിഗരെ കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്ന് സിദ്ധാരാമയ്യ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിലുള്ളത് എന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്ന ഘടകമാണെന്ന് തോന്നുന്നു. നികുതി വിഭജനം മുതൽ വരൾച്ച ദുരിതാശ്വാസത്തിലെ അനീതി, ബാങ്കുകളുടെ വിൽപ്പന എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ കേന്ദ്രം കർണാടകയോട് വിവേചനം കാണിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറിച്ചു. കന്നഡക്കാർ നിർമ്മിച്ച തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും വരെ ഇടപെടുന്ന കേന്ദ്രം രാഷ്ട്രീയ പകപോക്കലിലൂടെ സംസ്ഥാനത്തെ ജനങ്ങളെ നിരന്തരം ആക്രമിക്കുകയാണ്. 2023 മെയ് മാസത്തിൽ കർണാടകയിൽ ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിനെ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. അന്നു മുതൽ വിവേചനപരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ കർണാടകയോട് വച്ചു പുലർത്തുന്നത്. മൈസൂരു ഭരണാധികാരി നൽവാടി കൃഷ്ണരാജ വോഡയാർ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കിറ്റൂർ റാണി ചെല്ലമ്മ, ഝാൻസി റാണി ലക്ഷ്മിബായി, ബംഗളൂരു സ്ഥാപകൻ നാദപ്രഭു കെമ്പഗൌഡ എന്നിവരുടെ ജീവിതം പ്രദർശിപ്പിക്കുന്നതായിരുന്നു കർണാടകയിൽ നിന്നുള്ള റിപ്പബ്ലിക് ദിന ടാബ്ലോയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നതെന്ന് സിദ്ധാരാമയ്യ തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യത്തിനും വികസനത്തിനും നൽകിയ മഹത്തായ സംഭാവനകൾ ചിത്രീകരിക്കുന്നതിനായി ഞങ്ങൾ നാൽവാടി കൃഷ്ണരാജ വോഡയാറുടെ ദൃശ്യം നിർദ്ദേശിച്ചിരുന്നു. കർണാടകയുടെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്കൊപ്പം കിറ്റൂർ റാണി ചെന്നമ്മയുടെയും നാദപ്രഭു കെമ്പഗൌഡയുടെയും സംഭാവനകൾ ചിത്രീകരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഞങ്ങൾ അയച്ചിരുന്നു. നിശ്ചല ദൃശ്യത്തിലെ ആശയം ഇതായിരുന്നിട്ടും കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ അഭ്യർത്ഥന നിരസിച്ചു. കർണാടക സംസ്ഥാനത്തിൻ്റെ അപാരമായ നേട്ടങ്ങളെയും മാതൃകാ വ്യക്തികളെയും രാജ്യത്തിന് പരിചയപ്പെടുത്താനുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ നഷ്ടപ്പെടുത്തിയത് എന്നും അദ്ദേഹം ആരോപിച്ചു. കർണാടകയിൽ നിന്ന് നിരവധി ടാബ്ലോ നിർദ്ദേശങ്ങൾ അയച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശങ്ങളെല്ലാം നിരസിച്ചുവെന്നും സിദ്ധാരാമയ്യ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം സമാനമായ സാഹചര്യം കർണാടക നേരിട്ടിരുന്നു. ആദ്യം സംസ്ഥാനത്തിൻ്റെ ടാബ്ലോ നിരസിച്ചെങ്കിലും പിന്നീട് കർണാടക തെരഞ്ഞെടുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് അനുമതി നൽകിയതായി മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഇത്തവണയും കേന്ദ്ര സർക്കാർ കന്നഡക്കാരെ അപമാനിക്കുന്ന പ്രവണത തുടരുകയാണെന്ന് സിദ്ധാരാമയ്യ ആരോപിച്ചു. കർണാടകയിൽ നിന്നുള്ള BJP MPമാർ തങ്ങളുടെ ടാബ്ലോ അവതരിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാത്തതിനെയും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ചോദ്യം ചെയ്തു. BJP MPമാർ ഈ അനീതിയെ ചോദ്യം ചെയ്യുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. അവർ നരേന്ദ്രമോദിയുടെ കളിപ്പാവകളായി മാറിയിരിക്കുന്നു. അവർക്ക് ആരോടാണ് കൂറുള്ളത്, കന്നഡക്കാരോടോ നരേന്ദ്രമോദിയോടോ എന്നും സിദ്ധാരാമയ്യ ചോദിച്ചു. സംസ്ഥാനത്തോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് റിപ്പബ്ലിക് ദിന പരേഡിന് സംസ്ഥാനത്തിൻ്റെ ടാബ്ലോ ഉൾപ്പെടുത്താത്തതിൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും നേരത്തെ പ്രതിഷേധിച്ചിരുന്നു. എല്ലാം മോദിമയമാകണം എന്ന ചിന്ത കേന്ദ്ര സർക്കാർ വച്ചു പുലർത്തുവോളം മറ്റൊരു ശബ്ദവും കാഴ്ചയും സ്വീകാര്യമാവില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിലൂടെ വ്യക്തമാവുന്നത്. ഇതര വീക്ഷണങ്ങളെയും സമ്പന്നമായ ദേശീയ വൈവിധ്യത്തെയും ഫെഡറൽ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന സമീപനമാണ് റിപ്പബ്ലിക് ദിന പരിപാടിയിലും കേന്ദ്ര സർക്കാർ വച്ചു പുലർത്തുന്നതെന്ന് പറയാതെ വയ്യ.